മോഷ്ടിച്ച വാഹനങ്ങളിലെത്തി മോഷണം നടത്തുന്ന മൂന്നംഗ സംഘവും ഇവരിൽ നിന്ന് മോഷണ വസ്തുക്കൾ വാങ്ങിയവരും എറണാകുളം മുളന്തുരുത്തിയിൽ പോലീസ് പിടിയിലായി. മോഷണക്കേസിൽ പിടിയിലായവരുടെ പേരിൽ മറ്റൊട്ടേറെ കേസുകളുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ ഒഴിവാക്കിയായിരുന്നു ഇവരുടെ നീക്കങ്ങൾ. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി, ആമ്പല്ലൂർ, കാഞ്ഞിരമറ്റം, അരയൻകാവ് മേഖലകളിൽ പെട്രോൾ പമ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വീടുകളിലും കവർച്ച നടത്തിയ സംഘമാണ് പിടിയിലായത്. തൃശൂർ മാമ്പ്ര ചെമ്പാട്ടി വീട്ടിൽ റിയാദ്, കൊടുങ്ങല്ലൂർ തകരമട വീട്ടിൽ തൻസീർ, കൊടുങ്ങല്ലൂർ നെല്ലിപ്പറമ്പത്ത് ബൈജു, വടക്കൻ പറവൂർ മന്നം ചന്തത്തോപ്പിൽ മിഥുൻ, മന്നം കാഞ്ഞിരപ്പറമ്പിൽ നിസാർ എന്നീ 5 പേരാണ് പിടിയിലായത്. റിയാസ്, തൻസീർ, ബൈജു എന്നിവരാണ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് മോഷണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നത്. ഇവരിൽ നിന്ന് തുണ്ടി മുതൽ വാങ്ങിയവരാണ് മിഥുനും നിസാറും. മുളന്തുരുത്ത് ജംഗ്ഷനിലെ ആളൊഴിഞ്ഞ വീട്ടിലും നീർപ്പാറയിലെ പെട്രോൾ പമ്പും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും കവർച്ച നടത്തിയ പ്രതികൾ ചാലക്കപ്പാറയിൽ വ്യാപാര സമുച്ചയത്തിന് സമീപം വെച്ചിരുന്ന ബൈക്കും മോഷ്ടിച്ചു. ഈ ബൈക്ക് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ട ബൈക്കാണിതെന്ന് മനസ്സിലായത്. ഒരു ബൈക്കിൻ്റെ നമ്പർ കിട്ടിയത് പ്രകാരം ആ നമ്പർ നമ്മൾ വെരിഫൈ ചെയ്തത് മറ്റു മോഷണം നടത്തിയ ഒരു ബൈക്കാണെന്നുള്ളത് മനസ്സിലായി. ആലുവയിൽ നിന്ന് മോഷണം നടത്തിയ ഒരു സ്പ്ലെൻഡർ ആണെന്നുള്ളത് മനസ്സിലായി. തുടർന്ന് CCTV പരിശോധിച്ചുള്ള അവരുടെ മൊബൈൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിച്ചുള്ള അന്വേഷണം ഞങ്ങൾക്ക് നടത്താൻ കുറച്ച് വിഷമം നേരിട്ടു. എന്നിരുന്നാലും മറ്റുള്ള CDRകളും മറ്റുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയതിൽ ഈ മൂവർ സംഘം ഈ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടെന്നും ഇവിടെ മോഷണം നടത്തിയതായിട്ട് നമ്മുടെ MOS ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അതായത് പറവൂർ ഭാഗത്ത് നിന്ന് 3 പേരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അവരിൽ നിന്ന് മനസ്സിലായി ഇവർ 3 പേരും ഇവിടെ വന്ന് മോഷണം നടത്തി. ആയതിനു ശേഷം ഈ ബൈക്ക് മറ്റു 2 പേർക്ക് കൊടുത്തു എന്നുള്ളത് മനസ്സിലായതിനു ശേഷത്തിൽ ആ 2 പേരെയും വീണ്ടും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 പേരെ ഇപ്പം നമ്മൾ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുളന്തുരുത്തി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഹെൽമറ്റ് ധരിച്ചും വിരലടയാളം പതിയാതിരിക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ചും മൊബൈൽ ഫോണുകൾ പരമാവധി ഒഴിവാക്കിയുമായിരുന്നു ഇവരുടെ യാത്ര. വിവിധ പ്രദേശങ്ങളിലെ 100-ലധികം CCTVകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ തലയോരപ്പറമ്പ് വരിക്കാംകുന്ന് ഭാഗത്തെ സപ്ലൈകോ വിൽപ്പനശാലയിലും ഇവർ കവർച്ച നടത്തിയതായി കണ്ടെത്തി. റിയാദ് നേരത്തെയും ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി. ഈ ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായി 24 പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ റിയാദ്. തൻസീറിനും വിവിധ സ്റ്റേഷനുകളിലായി 24 കേസുകളുണ്ട്. ബൈജു 15 കേസിൽ പ്രതിയാണ്. മുളന്തുരുത്തി SHOയുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം. അന്വേഷണത്തിന്റെ ഭാഗമായി മുളന്തുരുത്തിയിലും തൃപ്പൂണിത്തുറയിലും വടക്കൻ പറവൂരിലും ആലുവയിലും കൊടുങ്ങല്ലൂരിലുമെല്ലാം CCTVകൾ പോലീസ് പരിശോധിച്ചു. പ്രതികളെ പിറവം കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അടുത്ത ദിവസം ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ കവർച്ചാ കേസുകളുടെ ചുരുൾ അഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.